ഗാർഹിക പീഡനങ്ങളിൽ കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാന ചർച്ചാ വിഷയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി നിരന്തരമായുള്ള ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്തു എന്നിങ്ങനെയുള്ള വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവാഹബന്ധങ്ങളിലെ പീഡനം സഹിക്കാതെ സ്ത്രീകൾ ബന്ധം ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കുമെന്ന അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനിടെ നടി സ്നേഹ ശ്രീകുമാർ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ശ്രദ്ധ നേടുന്നത്. ഈ കാലത്തും പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ചു കഴിഞ്ഞ് അവസാനം മരണത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകാൻ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും സ്വന്തം വീട്ടിലുള്ളവർക്ക് നാണക്കേടേണ്ടാകും എന്ന ചിന്ത ഇതിലുമൊക്കെ കൂടുതൽ ആണ് സ്നേഹം കൊണ്ട് വിട്ടുപോകാൻ പറ്റാതെ നിൽക്കുന്നത്. എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തിൽ തുടർന്നു പോവുകയാണ് പലരും. എല്ലാം ശരിയാക്കാൻ ശ്രമിക്കാം, പക്ഷെ ആ ശ്രമം ഒരു വട്ടം പരാജയപ്പെട്ടാൽ ധൈര്യമായി നമ്മളെ മനസ്സിലാക്കുമെന്നും ശാരീരികമായി തളർത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ തയ്യാറാകണം. തിരിച്ചു വരുന്ന മക്കളെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ചേർത്ത് പിടിക്കുന്ന അവർ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന കുടുംബം അങ്ങനെയാണ് ചെയ്യേണ്ടതും. വർഷങ്ങളായി സഹിച്ചു ജീവിച്ചു മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതില്ല. 18 വയസ്സാകുമ്പോൾ വിവാഹം അല്ല വേണ്ടത്, നല്ല പഠിപ്പും ജോലിയുമാണ് ഇനി എന്നാണ് നമ്മുടെ സമൂഹത്തിൽ തിരിച്ചറിയേണ്ടത്. പെൺകുട്ടികളോടാണ് ധൈര്യമായി പറയാനുള്ളത്. അറിയാൻ തന്നെ പഠിക്കണം. അതിന് അഹങ്കാരമായെന്നോ തൻ്റെടമായോ ആര് വിളിച്ചാലും നമ്മുടെ ജീവിതം സന്തോഷമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. സ്നേഹസുഹൃത്ത് ശ്രീകുമാറുടെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നടൻ ശ്രീകുമാറുമായി സ്നേഹയുടെ 2ാം വിവാഹമായിരുന്നു. ദിൽജിത്ത് എം ദാസനാണ് സ്നേഹയുടെ ആദ്യ ഭർത്താവിന്റെ പേര്. സൗഹൃദത്തിലായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. ശ്രീകുമാറിനോടുമുള്ള സ്നേഹയുടെ വിവാഹ സമയത്ത് ദിൽജിത്ത് എം ദാസ് ആശംസകളും അറിയിച്ചിരുന്നു. ഒരിക്കൽ വിവാഹിതരായ 2 പേർ വിവാഹമോചിതരാകുന്നത് ഒന്നിച്ചു പോയാൽ അത് 2 വ്യക്തികളുടെയും ഒരുമിച്ചുള്ള ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് വ്യക്തിപരമായി പരസ്പരം സമ്മതത്തോടെ വിവാഹമോചിതരായി ഇരുവരും നല്ല സുഹൃത്തുക്കളെ തുടരുമെന്ന് ഞാനും സ്നേഹിയും അന്ന് ദിൽജിത്ത് എം ദാസും വ്യക്തമാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയെല്ലാം തന്നെ ശ്രീകുമാറിന് ഒരുപാട് വലിയ രൂപത്തിലുള്ള വിമർശനമെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിൽ സെറ്റിൽ നടന്ന കാര്യങ്ങളായിരുന്നു അതിന് വലിയ കാരണമായി ചൂണ്ടിക്കാണിച്ചതും. എന്നിരുന്നാൽ കൂടി സ്നേഹ ശ്രീകുമാരെ കൈവിടാതെ തന്നെ ചേർത്ത് പിടിച്ചു. സ്നേഹയും ശ്രീകുമാറും നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുപോലുള്ള ദാമ്പത്യ ജീവിതം തന്നെയാണ് മറ്റുള്ള പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. നിങ്ങൾക്ക് സ്നേഹ ശ്രീകുമാർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.